ഹലോ ഫ്രണ്ട്സ്, പ്ലാന്റ് മറ്റൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പുതിയതായിട്ട് കുറച്ച് പ്ലാന്റ്സ് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. സാൻസവേരിയയാണ് മെയിൻ ആയിട്ട് വന്നിരിക്കുന്നത്. അത് മാത്രമല്ല, നമ്മൾ പഴയ കുറച്ച് പ്ലാന്റ്സും കൂടെ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പഴയ പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ് ആണ്. അത് നമുക്ക് പുതിയതായിട്ട് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഒന്ന് രണ്ട് പീസേ ഇവിടെ നമ്മൾ വെച്ചിട്ടുള്ളൂ. മെയിൻ ആയിട്ട് വന്ന പ്ലാന്റ്സ് നമ്മൾ കുറച്ച് ഇവിടെ നിരത്തിയിട്ടുണ്ട്. അപ്പൊ സമയം കളയാതെ പ്ലാന്റ്സിന്റെ റേറ്റും ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് പഴയ പ്ലാന്റ്സിൽ നിന്ന് തുടങ്ങാം. അതാകുമ്പോൾ പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകാവുന്നതേ ഉള്ളൂ. ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ലക്കി ബാംബുവിന്റെ 3 ലെയറിന്റെ പ്ലാന്റ്സ് ആണ്. ഇത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ 2-3 വീഡിയോയ്ക്ക് മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ്. അപ്പൊ ഇത് നമുക്ക് വീണ്ടും കുറച്ച് പ്ലാന്റ്സ് നമ്മൾ സ്റ്റോക്ക് എടുത്തിട്ടുണ്ട്. ഇതിന്റെ റേറ്റ് വരുന്നത് 325 രൂപയാണ് വരുന്നത്. അത്യാവശ്യം നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ്. ഇതിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും 3 ലെയർ ആയിട്ടാണ് പ്ലാന്റ്സ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നല്ല അത്യാവശ്യം ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. അതേപോലെ തന്നെ നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് കൂടെയാണ്. ഈ സൈസിലുള്ള ഈ പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് 325 രൂപയാണ് വരുന്നത്. ഇത് നിങ്ങൾക്ക് വീട്ടിൽ വെള്ളത്തിലിട്ട് വെക്കാം. പിന്നെ ചിലവർക്ക് ഇത് മണ്ണിൽ നടാൻ താല്പര്യമുള്ളവർ കാണും. അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ മണ്ണിൽ റീപോർട്ട് ചെയ്യാം. പക്ഷെ ഇത് ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത് വെള്ളത്തിൽ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ പ്ലാന്റ്. രണ്ടാമത്തെ പ്ലാന്റ് എന്ന് പറയുന്ന മണി പ്ലാന്റിന്റെ എൻജോയ് പോത്തോസിന്റെ ബുഷി പോട്ട് നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് സ്റ്റോക്ക് വന്നത് ചെറിയ ടൈപ്പ് പ്ലാന്റ് ആയിരുന്നു. 125ന്റെ സൈസ് ആയിരുന്നു. ഇപ്രാവശ്യം നമുക്ക് നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം ബുഷിയാണെന്ന്. ഒരുപാട് ഷൂട്ട്സ് തിങ്ങി നിറഞ്ഞിട്ടുള്ള പോട്ടാണ്. അപ്പൊ ഈ ഫുൾ പോട്ടിന്റെ റേറ്റ് നമുക്ക് വരുന്നത് 200 രൂപയാണ്. നല്ല ലൈറ്റ് ഡാർക്ക് ഗ്രീനും വൈറ്റും കൂടെയൊക്കെ മിക്സ്ഡ് ആയിട്ടുള്ള ലീഫാണ് ഇതിന്റെ ഏറ്റവും വലിയ ഭംഗി. അപ്പൊ ഈ ഫുൾ പോട്ടിന്റെ റേറ്റ് നമുക്ക് വരുന്നത് 200 രൂപയാണ്. അപ്പൊ ഇതാണ് രണ്ടാമത്തെ പ്ലാന്റ്. മൂന്നാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഫിഡിൽ ലീഫ് ഫിഗിന്റെ കുറച്ച് പ്ലാന്റ്സ്. വളരെ ലിമിറ്റഡ് നമ്പറേ വന്നിട്ടുള്ളൂ. ഒരു 2-3 പീസൊക്കെ വന്നിട്ടുള്ളൂ. ഈ ഒരു സൈസിലൊക്കെയാണ് പ്ലാന്റ് വന്നിരിക്കുന്നത്. ഇതിന്റെ ലീഫ് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നല്ല ഒരു ഗ്രീൻ ഷെയ്ഡും അതേപോലെ തന്നെ ഇതിന്റെ ലീഫിന്റെ ഒരു പാറ്റേൺ ഒക്കെ വളരെ ഡിഫറെന്റ് ആണ്. വലിയ സൈസിലുള്ള ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വീട്ടിൽ വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ചൂസ് ചെയ്യാവുന്നതാണ്. കാരണം ഇത് ഏകദേശം നല്ല ഹൈറ്റിൽ വളരും. അതേപോലെ തന്നെ ഇതിന്റെ ലീഫ് നല്ല സൈസ് ഉള്ളത് കൊണ്ടിട്ട് നല്ല ഹൈറ്റ് എത്തുമ്പോൾ തന്നെ ഒരു വലിയ പ്ലാന്റിന്റെ ലുക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഈ പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് 250 രൂപയാണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന്റെ റേറ്റ് ആണ് വരുന്നത് 250 രൂപ. അടുത്തതാണ് നമുക്ക് മെയിൻ ആയിട്ട് വന്നിരിക്കുന്ന പ്ലാന്റ്സ്. സാൻസവേരിയുടെ 2 വെറൈറ്റീസ് വന്നിട്ടുണ്ട്. ഒന്ന് ട്വിസ്റ്റഡിന്റെ കുറച്ച് പ്ലാന്റ്സ് വന്നിട്ടുണ്ട്. ഇതാണ് ട്വിസ്റ്റഡിന്റെ പ്ലാന്റ്സ്. അത് ഈ ഒരു സൈസിലാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ കളർ ഷെയ്ഡ് പറയുകയാണെങ്കിൽ നമ്മൾ നോർമൽ സാൻസവേരിയ പോലെ തന്നെ യെല്ലോയും ഗ്രീനും ആണ് വരുന്നത്. പക്ഷെ ഇതിന്റെ ലീഫ് കുറച്ചിങ്ങനെ ട്വിസ്റ്റഡ് ആയിട്ടാണ്, ഇങ്ങനെ വളഞ്ഞിട്ടാണ് കാണപ്പെടുന്നത്. ഇതേപോലെ ഇങ്ങനെ ചെറിയൊരു ട്വിസ്റ്റ് കാണും, ഒരു വളവ് കാണും ഇങ്ങനെ ഇതേപോലെ. ഇതാണ് ഈ സാൻസവേരിയുടെ പ്രത്യേകത. അപ്പൊ ഈ സൈസിലുള്ള ഈ ട്വിസ്റ്റഡ് സാൻസവേരിയുടെ റേറ്റ് നമുക്ക് വരുന്നത് 210 രൂപയാണ് കേട്ടോ. ഈ സൈസിലുള്ള സാൻസവേരിയുടെ റേറ്റ്. അടുത്തെന്ന് പറയുന്നതാണ് ഈ പ്രാവശ്യം സ്റ്റോക്ക് വന്നതിൽ ഏറ്റവും മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ളത് നമ്മുടെ സാൻസവേരിയ സൂപ്പർബ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. കാണുമ്പോൾ നമ്മുടെ നോർമൽ സാൻസവേരിയ പോലെ തോന്നുമെങ്കിൽ ഇതധികം ഹൈറ്റ് ഒന്നും വെക്കുന്ന ടൈപ്പ് പ്ലാന്റ് അല്ല. ഈ ഒരു സൈസിലാണ് ഹൈറ്റ് വരുന്നത്. ഇതേപോലെ ബുഷി ആയിട്ട് നിൽക്കുന്ന ടൈപ്പ് പ്ലാന്റ് ആണ്. ഒരുപാട് ഷൂട്ട്സ് വന്നിട്ട് ഇതേപോലെ ബുഷി ആയിട്ട് നിൽക്കുന്ന ടൈപ്പ് പ്ലാന്റ് ആണ്. അപ്പൊ ഇതിന്റെ ഒരു പ്ലാന്റ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിന്റെ ബോർഡറിൽ വന്നിട്ട് യെല്ലോ കളറും നടുക്ക് വന്നിട്ട് ഒരു സിൽവറും അതേപോലെ തന്നെ ഗ്രീനും കൂടെ ആയിട്ടുള്ള സ്ട്രൈപ്സ് ആണ് വന്നിരിക്കുന്നത്. ഒരു പോട്ടിൽ 3 ഷൂട്ട് വരുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഇതേപോലെ പോട്ടോട് കൂടി തന്നെ അയച്ചു തരാനായിട്ട് പറ്റും. കാരണം അധികം വെയിറ്റ് ഒന്നും ഇല്ല. വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് വെയിറ്റ് ഇല്ല. നമുക്ക് ഒരു പ്ലാന്റ് ഒക്കെ ആണെങ്കിൽ ഇതുപോലെ പോട്ടോട് കൂടി തന്നെ അയച്ചു തരാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാനും ആയാലും എളുപ്പമായിരിക്കും. നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ്. എല്ലാ പോട്ടിലും 3 ഷൂട്ട് വീതം വരുന്നുണ്ട്. അതായത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും 3 ഷൂട്ട് വീതം വരുന്നുണ്ട്. അപ്പൊ ഈ പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് 375 രൂപയാണ് വരുന്നത്. 3 ഷൂട്ടും കൂടെയുള്ള ഈ ഫുൾ പോട്ടിന്റെ റേറ്റ് ആണ് വരുന്നത് 375 രൂപ. ഇതൊരു ബ്ലാക്ക് സെറാമിക് പോട്ടിലൊക്കെ വീടിനുള്ളിൽ വയ്ക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. പിന്നെ സാൻസവേരിയയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഒരുപാട് ദിവസം കൂടുമ്പോൾ ചെറുതായിട്ട് നനച്ചു കൊടുത്താൽ മതി. ഇനി നനച്ചില്ലെങ്കിലും കുഴപ്പമില്ല.
സർവൈവ് ചെയ്യുന്ന ടൈപ്പ് പ്ലാന്റ്സ് ആണ്. അപ്പൊ ഇത് നമുക്ക് വീടിനുള്ളിൽ വെക്കാം. അതേപോലെ നല്ലൊരു ബെസ്റ്റ് എയർ പ്യൂരിഫയിങ് പ്ലാന്റ് കൂടെയാണ്. ഇപ്പൊ പുതിയതായിട്ട് വീടൊക്കെ വെക്കുന്നവർക്കാണെങ്കിൽ പ്ലാന്റ്സ് ഒന്നും ഒരുപാട് മെയിൻറ്റെയിൻ ചെയ്യാൻ അറിയാത്തവർക്ക് വരെയും വളർത്താൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ് സാൻസവേരിയ. അപ്പൊ നമ്മൾ കാണിച്ച ഈ പ്ലാന്റ്സ് ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് പ്ലാന്റ്സ് കളക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു റിക്വസ്റ്റ് ഉള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ ദയവ് ചെയ്ത് മെസ്സേജ് മാത്രം അയക്കുക. ആ നമ്പറിൽ ഒരുപാട് പേര് കോൾ ചെയ്യുന്നുണ്ട്. നോർമൽ കോൾ ആണെങ്കിലും വാട്സപ്പ് കോൾ ആണെങ്കിലും ഒരുപാട് കോൾ വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്കത് അറ്റൻഡ് ചെയ്യാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടിട്ടാണ് മെസ്സേജ് അയക്കാനായിട്ട് പറയുന്നത്. എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾ മെസ്സേജ് ഇട്ടിരുന്നാൽ മതി. നമ്മൾ കാണുമ്പോൾ ഉറപ്പായിട്ട് അതിന് റിപ്ലൈ തരും. ഇനി ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ അതിൽ വോയിസ് മെസ്സേജ് അയക്കാവുന്നതേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും എന്താണെങ്കിലും അതിൽ മെസ്സേജ് ചെയ്തിട്ടിരുന്നാൽ മതി. നമ്മൾ കാണുമ്പോൾ ഉറപ്പായിട്ട് റിപ്ലൈ തരും. അതുപോലെ തന്നെ നമുക്ക് 2 കൊറിയർ ഫെസിലിറ്റി ആണ് ഉള്ളത്. DTDCയും പ്രൊഫഷണലും. സ്പീഡ് പോസ്റ്റ് ഫെസിലിറ്റി നമുക്കില്ല. ഈ 2 കൊറിയർ ഫെസിലിറ്റി വഴിയായിരിക്കും നമ്മൾ അയക്കുന്നത്. അതേപോലെ തന്നെ കേരളം, തമിഴ്നാട്, കർണാടക ഈ 3 സ്റ്റേറ്റ്സിലാണ് നമുക്ക് ഡെലിവറി ഉള്ളത്. അപ്പൊ പ്ലാൻസ് വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ പ്ലാന്റ് വേണ്ടവർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്ത് പ്ലാൻസ് കളക്ട് ചെയ്തോളൂ. ഇതുപോലുള്ള അടിപൊളിയായിട്ടുള്ള പ്ലാൻ റിലേറ്റഡ് വീഡിയോസിനെ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ പോലെ തന്നെ ഒരുപാട് സെയിൽ വീഡിയോസ് പുറകെ വരുന്നുണ്ട്. അപ്പോൾ അത് കാണണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്താലേ നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.